ഒരൊറ്റ രാത്രി ഇരുട്ട് വെളുത്തപ്പോൾ ഉറ്റവരെ നഷ്ടപ്പെട്ട ഇട്ട വസ്ത്രവും ജീവനുമല്ലാതെ മറ്റൊന്നും ബാക്കിയില്ലാതായ ഒരു കൂട്ടം മനുഷ്യർ അങ്ങ് വയനാട്ടിലുണ്ട്. പ്രതീക്ഷയുടെ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സർക്കാരിന് മുന്നിൽ നിറക്കണ്ണുകളോടെ ഇപ്പോഴും നിൽക്കുന്നവർ. ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയതിന്റെ ഓർമ്മയിൽ നിന്ന് അവർ ഇനിയും മോചിതരായിട്ടില്ല. 2 ദിവസം രാവും പകലുമില്ലാതെ തുടർച്ചയായി പെയ്തൊരു മഴ തോർന്നൊഴിഞ്ഞപ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്ക് മേലായിരുന്നു ആ വെള്ളം അത്രയും. ഇനി എന്തെന്ന് ഉള്ളു പൊട്ടി നിൽക്കുന്ന മനുഷ്യരോട് പറഞ്ഞ പ്രഖ്യാപനങ്ങളെല്ലാം ഉള്ളു നിറയുന്നതായിരുന്നു. എന്നാൽ ഇത് കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കിയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വർഷം 1.25 സർക്കാരെ. ശരിയാണ്, തടസ്സങ്ങളേറെ ഉണ്ടായിരുന്നു. പക്ഷേ ആ തടസ്സങ്ങളൊന്നും അവരനുഭവിച്ച വേദനയ്ക്ക് പകരമാകുന്നതേയില്ല. സർക്കാരിനെ വിശ്വസിച്ച് മറ്റാരിൽ നിന്നും വീട് വാങ്ങാതെ കാത്തിരിക്കുന്നവരാണ്. ശരിയാണ്, നിങ്ങൾ അവർക്ക് വാടക നൽകുന്നുണ്ട്. പക്ഷേ സ്വന്തമായൊരു വീട് അവരുടെ അവകാശമാണ്. 2025 നവംബറിനകം 178 വീടുകൾ കൈമാറുമെന്ന് പ്രഖ്യാപിച്ച ഈ നാട്ടിലെ സർക്കാർ 2026 ഏപ്രിൽ 30-നകം വീടും തൊഴിലുമെന്ന് രണ്ടാമത്തെ പ്രഖ്യാപനം. 178 വീടുകളുടെ ഉദ്ഘാടനം ഫെബ്രുവരി 25-ന്. എന്നിട്ടും അവർക്ക് ഇപ്പോഴും കയറി താമസിക്കാനായിട്ടില്ല. ഒരൊറ്റ ചോദ്യം, എന്നൊരുങ്ങും വീട്? ദുരിതബാധിതർക്ക് എന്ന് വീടൊരുങ്ങും? എത്രനാൾ ഇനിയും അവർ വാടക വീടുകളിൽ അന്തിയുറങ്ങണം?